and welcome back to my channel The Use Happy Worldന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ മാറാൻ സഹായിക്കുന്ന 10 മാർഗങ്ങളാണ്. നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. എല്ലാവരും നന്നായിട്ട് ടെൻഷൻ അടിക്കുന്ന കാര്യമാണ്. ആരും തന്നെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് മുടി കൊഴിച്ചിൽ. വല്ലാണ്ട് മുടി കൊഴിച്ചിലൊക്കെ അധികമായിട്ട് വരുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ തടയാൻ പറ്റുന്നതാണ്. പിന്നെ ചിലർക്ക് കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അങ്ങനെ വല്ല ആരോഗ്യ പ്രശ്നങ്ങളും ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ തന്നെ മുടി കൊഴിച്ചിലിന് മാറ്റം വരും. അല്ലാത്തവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല നീളവും ഉള്ളും ഒക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുടി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നല്ലൊരു ഹെയർ മാസ്ക് പരിചയപ്പെടാം. ഇത് മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ ഉള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി. ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി എടുക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വലിയ ഉള്ളിയാണ് എടുക്കുന്നത്. വലിയ ഉള്ളി നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം സൈസ് ഉള്ളതാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതി. ഇനി ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 6 or 7 ചെറിയ ഉള്ളി എടുത്താലും മതി കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേരയുടെ ജെല്ലാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ല് യൂസ് ചെയ്യാതിരിക്കുക. പകരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുക. കറ്റാർവാഴയ്ക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ആ ഒരു ജെല്ല് എടുത്താൽ ചൊറിച്ചിലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ട് വെച്ചിട്ടുള്ള ഉള്ളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് അതിൻ്റെ നീര് മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ആ ഒരു നീരിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടി വളരാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് എങ്കിലും കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങളുടെ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു മസാജും കൂടെ കൊടുക്കുക. ബാക്കിയുള്ളത് നിങ്ങളുടെ മുടിയിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് ഈ ഒരു ഉള്ളിയുടെ സ്മെല്ലിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഒരു 5 or 6 ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എസെൻഷ്യൽ ഓയിലിൻ്റെ സ്മെല്ലേ ഉണ്ടാവുള്ളൂ, ഉള്ളിയുടെ സ്മെല്ല് ഉണ്ടാവില്ല. പിന്നെ കുളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഉപയോഗിച്ചിട്ട് കഴുകാം. അത് ഓപ്ഷനിലാണ്. കഴിവതും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിന് പകരമായിട്ട് താളി അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ ഷാമ്പൂ നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. അല്ലെങ്കിൽ ആയുർവേദിക് ആയിട്ടുള്ള ഷാമ്പൂ മാത്രം യൂസ് ചെയ്യുക. വെച്ചിരിക്കേണ്ടത് അരമണിക്കൂറാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ വാഷ് ചെയ്ത് കളയുക. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ ഈ ഒരു ഹെയർ മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് തന്നെ അറിയാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ മുടി അതുപോലെ തന്നെ സ്കാൽപ്പും നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനു വേണ്ട കണ്ടീഷനിങ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ കഴുകലൊക്കെ എല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. ചിലവരൊക്കെ വെറും വെള്ളം ഉപയോഗിച്ചിട്ടായിരിക്കും കഴുകുന്നത്. വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തേണ്ട കാര്യം നമ്മുടെ തലയിലുള്ള അഴുക്കുകൾ ഫുള്ളായിട്ട് തന്നെ നീങ്ങി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അഴുക്കുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ താളിയൊക്കെ ഉപയോഗിച്ചിട്ടോ അതും അല്ലെങ്കിൽ ഉലുവയുടെ പൊടിയോ അങ്ങനെയുള്ള
താളി പോലത്തെ പൗഡർ യൂസ് ചെയ്തിട്ടോ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സ്കാൽപ്പ് ക്ലീൻ അല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് താരൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും, തലയിൽ ചൊറിച്ചിലുണ്ടാകും, അതുപോലെ തന്നെ പുതിയ മുടിയൊക്കെ വളർന്നു വരാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നന്നായിട്ട് സ്കാൽപ്പ് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ എല്ലാ ദിവസവും മുടി കണ്ടീഷൻ ചെയ്ത് കൊടുക്കുക. അതായത് മുടി ഡ്രൈ ആവാതെ നോക്കുക. മുടിയിൽ ആവശ്യത്തിന് എണ്ണമയം അല്ലെങ്കിൽ മോയ്സ്ചർ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ പുറത്തുനിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാലും മുടിക്ക് അത് നന്നായിട്ട് മോയ്സ്ചർ കൊടുക്കുന്നതാണ്, മുടി ഡ്രൈ ആവാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഇനി സെക്കൻഡ് വൺ, സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വഴി നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് ഉണ്ടാവും. മുടി നീളം വയ്ക്കാനും മുടി ഉള്ളു വയ്ക്കാനും പുതിയ മുടികൾ വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി തേർഡ് വൺ, ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസം ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ്, മുടി കൊഴിച്ചിൽ മാറാനും സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെല്ലിക്കയുടെ പൊടിയും അതുപോലെ തന്നെ ശിക്കാക്കായ് പൗഡറും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അതൊരു നല്ല പാക്ക് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റ് വെച്ച് 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയുക. ഇത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ പാക്കാണ്. ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല ആരോഗ്യം വരാനും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ഇനി അടുത്തതായിട്ടുള്ളത് താരൻ മാറാൻ നിങ്ങൾ ചെയ്യേണ്ടത്. ചിലർക്ക് താരൻ ഉണ്ടെങ്കിലും നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാകും. അതിന് ഏറ്റവും നല്ലതാണ് ഉലുവ കൊണ്ട് എണ്ണ കാച്ചിയിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉലുവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. തണുത്ത ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുക. ദിവസവും കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു എണ്ണ തലയിലും അതുപോലെ തന്നെ മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂർ വെച്ചിരിക്കുക. അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയുക. ഇത് താരൻ മാറാനും മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറാനും ഏറ്റവും നല്ലതാണ്. ഇനി ഫിഫ്ത്ത് വൺ, ബയോട്ടിൻ സപ്ലിമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഫുഡുണ്ട്, ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുണ്ട്. അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക. അല്ല നിങ്ങൾക്ക് നന്നായിട്ട് അതിൻ്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അങ്ങനെയുള്ള മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും മാറ്റമില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ബയോട്ടിൻ സപ്ലിമെൻറ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർ പറയുന്നതാണ്. അങ്ങനെയുള്ള സപ്ലിമെന്റ്സ് കഴിക്കുന്നതും നല്ലതാണ്. ഫ്ലാക്സ് സീഡിന്റെ ജെല്ല് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒരുപാട് നല്ലതാണ്. നമ്മുടെ ഹെയർ ചുരുണ്ട മുടിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിവർന്നു വരാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും പുതിയ മുടി വളരാനും മുടിക്ക് ഒരു തിക്നെസ് കിട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. മുടി കൊഴിച്ചിൽ മാറാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ല് അപ്ലൈ ചെയ്യുന്നതും മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്ലോറിൻ വാട്ടറിലൊക്കെയാണ് കുളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടാകും. അപ്പോൾ എപ്പോഴും കിണറിലെ വെള്ളം നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രം കുളിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലോറിൻ വാട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ കുളിച്ചാൽ മതി. ഡെയിലി ക്ലോറിൻ വാട്ടർ വെച്ചിട്ട് തല നനയ്ക്കുന്നത് മുടി കൊഴിച്ചിൽ അധികം ആക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ടുള്ളത്, ചിലരൊക്കെ കുളി കഴിഞ്ഞിട്ട് മുടി കെട്ടി വയ്ക്കുന്നവരായിരിക്കും. മുടി കെട്ടി വയ്ക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മൈക്രോ ഫൈബറിൻ്റെ ടവലാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിലുള്ള വെള്ളമൊക്കെ വലിച്ചെടുക്കും. നമ്മുടെ മുടിക്കും നല്ലതാണ്, മുടിയെ ദോഷമായിട്ട് ബാധിക്കില്ല. അപ്പോൾ എപ്പോഴും ഹെയർ ടവൽ യൂസ് ചെയ്യുമ്പോൾ മൈക്രോ ഫൈബർ ടവൽ തന്നെ യൂസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ചിലവർ സ്ട്രെയിറ്റണിങ്, സ്മൂത്തണിങ്, അതുപോലെ തന്നെ വോളിയമൈസിങ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഒരുപാട് ഹെയർ കളറിങ് വരെ ചെയ്യാറുണ്ട്. അതൊക്കെ മുടിയെ ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് മാക്സിമം ഒഴിവാക്കുക. അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് മാത്രം ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ഒറ്റ യൂസ് തന്നെ റിസൾട്ട് കണ്ടു എന്ന് വരും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ടിപ്പാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ടുള്ളവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്